ഈ റെയിൻബോ കേക്കേ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാനിരുന്ന് ആലോചിക്കും ഇതിനകത്ത് ഇനി എന്ത് മാറ്റം കൊണ്ടുവരാം, ഇനി ഇതിനകത്ത് എന്തൊക്കെ പെർഫെക്ഷൻ ഇനി എങ്ങനെ കുറച്ചും കൂടി വരുത്താം എന്നൊക്കെ ഞാൻ എപ്പോഴും ഇരുന്ന് ആലോചിക്കും കേട്ടോ. അങ്ങനെ ഞാനിരുന്ന് ആലോചിച്ചപ്പം എനിക്ക് തന്നെ തോന്നിയൊരു ട്രിക്കാണ് കേട്ടോ, ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. ഇതിനകത്ത് ഈ റെയിൻബോ കേക്ക് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യേണ്ട കേക്കാണ്. അപ്പം ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ ഇത്രയും ദൂരം പോകാനാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ദൂരം എത്താൻ സേഫ് അല്ല. അപ്പം ഞാൻ ചെയ്തേക്കുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ആ 2 ക്ലൗഡ് കണ്ടോ റെയിൻബോയിലുള്ള, ആ ക്ലൗഡിൻ്റെ ബാക്ക് സൈഡിൽ ഞാനൊരു ടൂത്ത് പിക്ക് കുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ടൂത്ത് പിക്ക് നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ അകത്തോട്ട് പ്രസ് ചെയ്യും. അങ്ങനെ 2 ക്ലൗഡിൻ്റെയും 2 സൈഡിൽ ഓരോ ടൂത്ത് പിക്ക് വീതം കുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ക്ലയൻസിനോട് പ്രത്യേകം പറയണം കേട്ടോ, ഇങ്ങനെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ടെന്ന്. കാരണം അല്ലാതെ കട്ട് ചെയ്യുമ്പം അവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ ഒരു 2 ടൂത്ത് പിക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊട്ട് ടെൻഷനും വേണ്ട. ഇതെത്ര ദൂരം പോയാലും ഒരു കുഴപ്പവും കേക്കിന് സംഭവിക്കത്തില്ല. അപ്പോൾ അത്രയും സേഫായിട്ട് പോവുകയും ചെയ്യും. ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്ന റെയിൻബോ കേക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇടയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട് എന്തുമാത്രം ഇമ്പ്രൂവ് ചെയ്തു എന്ന്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ കുറച്ച് ബോൾസും സ്റ്റാർസും കുറച്ച് കേക്ക് പോപ്സും ബലൂൺസും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കേക്കും കൂടി അഡീഷണൽ ആയിട്ടുള്ള ഒരു കേക്കും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഒക്കെ കൂടി ആയിട്ടാണ് ഞാൻ ഈ കേക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ബലൂൺസും ബോൾസൊക്കെ ഒരു സൈഡിലായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. വേറൊന്നുമല്ല, അവരുടെ കയ്യിലൊരു ടോപ്പറുണ്ട്. അപ്പോൾ അത് വെക്കാനുള്ള സ്പേസ് വേണമെന്ന് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഒരു സൈഡിലായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്, അല്ലാതെ പോകല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.